കാത്തിരുന്ന് വന്ന പടമാണ്. നല്ല റെസ്പോൺസ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ റെസ്പോൺസ് ആണ്. ഇനി നിങ്ങൾ കണ്ട് പറയണം അഭിപ്രായം എങ്ങനെയുണ്ടെന്ന്. ഇനി അറിയാം. നല്ല ഫിലിം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കൊള്ളാണ്. നല്ല പടം. നല്ല പടമാണ്. ഭയങ്കര ലൈഫ് പരിപാടിയാണ്. കുറെ ചിരിക്കാണ്ട് പരിപാടിയിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. നിങ്ങൾ പടം കണ്ടോ? ആണോ? പടം കാണും. കൊള്ളാം. നൈസ് പരിപാടിയാണ്. നല്ല സിനിമയാണ്. രാവിലെ കാണാൻ പറ്റുന്ന സൂപ്പർ അടിപൊളി 2 മണിക്കൂർ എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റും. ശരിക്കൊരു മറിമായ ടച്ചുള്ള സിനിമയാണ്. പറക്കും തളിയ പോലെ കത്തുവില്ല. നന്നായിരുന്നു. നല്ല സിനിമ. നല്ല ഹ്യൂമറും എല്ലാവരും മൂവിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ അസീസിക്കടയും ലക്ഷ്മി ചേച്ചിയുടെയും മോളായിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അതിലെന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോമഡി മൂവിയാണത്, കോമഡി ഫിലിമാണ്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മളൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിരുന്നു. ആക്ടേഴ്സായാലും ഡയറക്ടേഴ്സായാലും അസിസ്റ്റൻസ് ആയാലും അൽത്താഫിക്കൊക്കെ എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നല്ല രസമായിരുന്നു മൂവിയിൽ അഭിനയിക്കാനായിട്ട്. പിന്നെ അല്ലാണ്ട് അതിൽ ഞാൻ ചിരിക്കാത്തൊരു സീൻ പോലില്ല. ഞാനതിലെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിളിപ്പോൾ ചേട്ടനൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിളിപ്പോൾ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും ഞാനെങ്ങനെ അഭിനയിച്ചെന്ന് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതെ, ആ ഒരു ട്വിസ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റിംഗ് എലമെന്റ്. കിളിപോളിന്റെ എൻട്രി ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നല്ല മൂവിയാണ്. മ്യൂസിക് ഭയങ്കര അടിപൊളിയാണ്. ഇതിനകത്ത് കുറേ നല്ല പാട്ടുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ ഏജ് കാറ്റഗറിക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ഇന്നസെന്റ് പടം ബംഗാളി കൊണ്ടുപോയി. ബംഗാളി തൂക്കി എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒന്നും പറയാനില്ല. കാരണം അവസാനം നരസിംഹത്തിൽ മമ്മൂട്ടി പറഞ്ഞ എല്ലാ ഡയലോഗും അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവും എനിക്കല്ലേ പറയില്ല. അത്രയും സൂപ്പറായിട്ടുണ്ട്. അയാൾ ബംഗാളും മലയാളം രണ്ടും കൂടെ കലർന്നിട്ടുള്ള ഒരു സംസാരമാണ്. പക്ഷെ എന്നാലും അത് നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. ടോട്ടലി ആ പടത്തിൽ ഒരു നല്ലൊരു സീനായിരുന്നു. പിന്നെ പടം ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു തൂറൽ കേസാണ്. കുട്ടിയോട് തൂറലിൻ്റെ ഒരു കഥയാണ്. ഹോട്ടൽ KSRTC ഇതൊക്കെ സംബന്ധിച്ചുള്ളൊരു കഥയാണ്. പിന്നെ കോമഡി അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട് പടത്തിൽ. നല്ല കോമഡി ഉദ്ദേശിച്ച് വരുന്നവർക്ക് നല്ലതാണ് പടം. അടിപൊളിയാണ്. ഒരു ആവറേജ് മൂവി അത്രയാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. നിങ്ങളെല്ലാവരും ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പടമാണ്. നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. നല്ല വൈബിൽ തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അനു നായർ എന്നാണ്. എന്താ പോർഷൻ ഒരു ഓഫീസ് അനാർക്കലിയുടെ ഓഫീസിൽ സ്റ്റാഫായിട്ടുള്ളതാണ്. കൂടുതൽ കഥകൾ പറയുന്നില്ല. കോമഡി ഇഷ്ടംപോലെ ചിരിയാണ്ട് ബ്രോ. കൊള്ളാം.